ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹേസൂട്ടിന് ഫ്രഷ് ആക്കി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഹെൽത്ത് മിക്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ഷൻ സോങ്ങിൻ്റെ പരിപാടിയിലൊക്കെയാണ്. ഏതോ ഒരു പുതിയ പാട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അവിടെ അതൊക്കെ നടക്കുന്നുണ്ട്. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഉമ്മച്ചി പുട്ടും കടലക്കറിയുടെ പരിപാടിയിലാണ്. ഇന്നലെ പുട്ടിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് പൊടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് അപ്പോൾ മാവൊക്കെ റെഡിയായി കിട്ടിയതുകൊണ്ട് ഉമ്മച്ചി ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ലോഡ് ഉണ്ടാക്കും കേട്ടോ. കടലാക്രമണമാണെന്ന് പറയും നമ്മൾ. പിന്നെ ഫ്രിഡ്ജിലും കാണും, പുറത്തും കാണും. അങ്ങനെ ആയതുകൊണ്ട് ഇപ്രാവശ്യം വെച്ച് വളരെ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കടല എടുത്ത് വെള്ളത്തിലിട്ടതാണ്. പിന്നീട് ഉണ്ടാക്കിയ സമയത്ത് കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികമായിട്ട് ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ബാക്കിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് എടുക്കാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ആക്രാന്തത്തിലൊക്കെ കടലക്കറിയൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം നോമ്പിന് വല്ലാത്തൊരു ഗ്യാപ്പായിരുന്നു ഈ ഒരു പുട്ടും കടലക്കറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആക്രാന്തത്തിൽ എടുത്തുകൊണ്ട് വന്നിരുന്നതാണ്. പക്ഷേ കുറച്ചധികമായിപ്പോയി. പിന്നീട് ഹേസൂട്ടന് എൻ്റെ തന്നെ ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത്രയും കഴിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് പിന്നീട് ഹേസൂട്ടനെ കൊണ്ട് തന്നെ അത് ബാക്കി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. ഹേസൂട്ടന് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇന്ന് കുറച്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. കാരണം സിറപ്പും കാര്യങ്ങളൊക്കെ തീർന്നേ. അവന് പനങ്കൽക്കണ്ടത്തിൻ്റെ സിറപ്പും ശർക്കരപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് അവന് യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ പൗഡറോ ഡേറ്റ്സിൻ്റെ സിറപ്പോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തീരാറായതുകൊണ്ട് ഞാൻ ഇവിടെ പനങ്കൽക്കണ്ടം സിറപ്പാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് 2 വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷമാണ് പനങ്കൽക്കണ്ടം സിറപ്പാക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി വേവിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുന്നത്. പിന്നെ നല്ല ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ്സ് കഴുകിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്ത് റെഡിയാക്കി അതിൻ്റെ സിറപ്പ് ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെന്ത് കഴിഞ്ഞപ്പോൾ അത് മൂടി വെച്ചിട്ട് രണ്ടും തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരാനും ചിലന്തി വില കളയാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡിയാക്കി റൂമൊക്കെ ഒന്ന് ഒതുക്കി ഓടിച്ചൊന്ന് തുടയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഒരുപാട് തുണികളാണ്, വല്ലാത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. തുണികൾ മടക്കി 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 ഒരുപാട് വരികയാണ്. എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ ചൂടും ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് 2 നേരം തേങ്ങ കഴുകുന്നവരുണ്ട്, 2 നേരം കുളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒരുപാടുണ്ടാവേ. അതുകൊണ്ട് തന്നെ തുണികൾ മടക്കാനും കഴുകാനും ഒക്കെ ഒരുപാടുണ്ടാവും. അങ്ങനെ റൂമൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നു. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വലിച്ചു വാരി ഇട്ടൊക്കെയായിരുന്നു. കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുളകും കാര്യങ്ങളും. പിന്നെ നച്ചുമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നിരത്തി വാരി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിച്ചൺ ഒതുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒതുക്കി റെഡിയാക്കി. പിന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം മാങ്ങ ഉപ്പിലിടാൻ ഭരണിയൊക്കെ റെഡിയാക്കി മച്ചി അതിൻ്റെ പരിപാടിയിലാണ്. പിന്നെ ചോറിന് അരി പുറത്തിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാം, ഒരുവിധം എല്ലാം ഉണ്ടാക്കുന്നത് അടുപ്പിൽ തന്നെയാണ്. കാരണം ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട്, ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കരുതലോട് കൂടി ആക്കുകയാണ് കേട്ടോ. ശുഷ്കിച്ചൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സിറപ്പും ഡേറ്റ്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അങ്ങനെ അരിച്ച് മാറ്റി നമ്മുടെ പനങ്കൽക്കണ്ടത്തിൻ്റെ സിറപ്പ് അരിച്ച് മാറ്റിയിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സും കൂടെ നന്നായിട്ട് തണുത്തിരിക്കുന്നത് കൊണ്ട് അതും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കി അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറുക്കോ കൂരവോ ഹെൽത്ത് മിക്സോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കിയൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനി എന്തായാലും പനങ്കൽക്കണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ്സ് പൗഡറും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. പിന്നെ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ ഉപ്പിട്ടൊക്കെ അവൻ കുറുക്ക് കുടിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ടേസ്റ്റ് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും മാഷ് ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസിയാണ് അന്നത്തെ പരിപാടികൾ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം അകൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് തുടച്ചു. അങ്ങനെ അടിച്ചു വാരൽ പരിപാടിയൊക്കെ, അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അടിച്ചു വാരൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പയറൊക്കെ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ പയറൊക്കെ അരിഞ്ഞെടുത്തു. അതിനിടയിൽ തന്നെ ഉമ്മച്ചി രാവിലെ കടല ഞാൻ പറഞ്ഞില്ലേ വേവിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന്, അത് ഞാൻ ഹേസൂട്ടന് സ്നാക്ക് ടൈമിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ കടല കഴിക്കുമെന്ന് പറയുന്നതല്ലാതെ അവൻ ഒരെണ്ണം പോലും കഴിക്കാതെ അവിടെ ഫുള്ള് ഉരുട്ടിക്കളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ അവന് ദേഹമൊക്കെ കഴുകിയിട്ട് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോറ് കൊടുത്തതിന് ശേഷം ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ പുട്ട് കഴിച്ച ആ ഒരു ഇതിൽ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാൻ തോന്നിയില്ല, വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുട്ട് കഴിച്ചപ്പോൾ എന്തോ ഒരു 4 മണിയായിട്ടും ചോറ് കഴിക്കാനുള്ള ഒരു ഗുമ്മൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മധുരം എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഇന്ന് വെർമസലി പായസം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഹേസൂട്ടനും അങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട്. ഉമ്മച്ചിയും പാപ്പച്ചിയും കൂടെ പെരേടത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് ഞാനും ഹേസൂട്ടനും കുക്കിംഗ് പരിപാടിയിലാണ്. അപ്പോൾ ഹേസൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അവന് കിസ്മിസും കാഷ്യൂനട്ടൊക്കെ എടുത്ത സമയത്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഞാൻ അവനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തീർന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ വരും, ഇതിപ്പോൾ കിസ്മിസും കാഷ്യൂനട്ടിൻ്റെയും പായസമാണോ എന്ന് നിങ്ങൾക്ക് തോന്നും, കാരണം അത്രയും അളവുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കൂടിപ്പോയി. അങ്ങനെ വെർമസലിയൊക്കെ എടുത്തു. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഗീ ഒക്കെ ഒഴിച്ച്, ആദ്യം നമ്പീഷൻസ് ഗീ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് നല്ല പാറക്കല്ല് പോലെ ഇരിക്കുമായിരുന്നേ. അതുകൊണ്ട് അതെടുക്കാതെ ഹേസൂട്ടൻ്റെ ഗീ ആണ് ഇന്ന് അടിച്ചു മാറ്റി എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചതിന് ശേഷം കിസ്മിസും കാഷ്യൂനട്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ്. അതിന് ശേഷം വെർമിസലി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിപാടികളൊന്നുമില്ല. ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള രീതിയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് രീതികളൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ 1-ാം പാല് 2-ാം പാല്, ഇപ്പോൾ പിന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ പിന്നെ പശുവിൻ പാൽ മതിയല്ലോ. അതുകൊണ്ട് കുറച്ച് ഈസിയാണ്, തേങ്ങാപ്പാലൊന്നും എടുക്കാനൊന്നും നിൽക്കേണ്ട. ഈ ഒരു ഐറ്റം സത്യം പറഞ്ഞാൽ വെർമിസലി വാങ്ങിച്ച എന്തിനാണെന്നോ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് ബിരിയാണി വെച്ചപ്പോൾ തന്നെ എല്ലാവരും കിളിയും പറഞ്ഞ് അവിടെ എവിടെ ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അന്ന് സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കും. പായസമായിരിക്കും, കൂടുതലും പായസമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല, കാരണം പുറത്ത് നിന്നാണ് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ഒന്നും ചെയ്യേണ്ട, ബിരിയാണി മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത് നമ്മൾ ചെറിയ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. ആ ഒരു നോമ്പിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പെരുന്നാൾ പോലെയല്ല, ചെറിയ പെരുന്നാളിന് നമുക്ക് തോന്നും പെരുന്നാളിൻ്റെ അന്ന് നോമ്പാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ 4 സൈഡിലുള്ള നൈബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എവിടെയും പോകാതെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ഡേ അല്ലേ, റീലിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും പോകാറില്ല, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഉമ്മച്ചിയും ഒരു സൈഡിലായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതങ്ങ് മാറ്റി വെച്ചു, പ്ലാൻ ബി ആക്കി. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും സ്വീറ്റ്സ് ഒന്നും വേണ്ട, ബിരിയാണി മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ഒതുക്കി തട്ടിക്കൂട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് വെർമിസലി ഇരിപ്പുണ്ടല്ലോ, പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൗദിയിൽ വന്ന സമയത്ത് ഇതിനേക്കാളും ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭയങ്കര നേരിയതായിട്ടുള്ള വെർമിസലി ഉണ്ടല്ലോ, അത് വെക്കുന്ന സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇത് ഭയങ്കര മടൽ പോലത്തെ വലിയ അച്ചിലുണ്ടാക്കിയതുപോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേകാനായിട്ട് കുറച്ച് പാടുപെട്ടെ. ഞാനാണെന്നുണ്ടെങ്കിൽ പാലും കൂടെയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പാലൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് വെർമിസലി വേവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സമയം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വെള്ളവും പാലും പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ, അതിന് പകരമായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തു. അതിനകത്ത് തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീ ഒഴിച്ചു, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടു. പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടു. അങ്ങനെ അതൊക്കെ ഇട്ടു. അതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ലാസ്റ്റത്തെ പരിപാടി ഒരുപാട് കുറുകി വരണ്ട, കാരണം ഇരുന്നൊന്ന് ടൈറ്റ് ആവും പാലൊഴിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ
ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അലങ്കോല പണിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കിസ്മിസ് കാഷ്നട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം മൂടി വെച്ചു. കുറച്ച് തണുക്കണം, തണുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കൊതിയായിട്ട് നിന്നതുകൊണ്ട് അപ്പോഴേ തന്നെ ഞാൻ എടുത്ത് ഫാനിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നോക്ക് നല്ല ലൂസായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ആളങ്ങ് തിക്കായി നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഒന്ന് പരുവം. അങ്ങനെ ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാലും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഡെസേർട്ട് പോലെ കഴിക്കാനാണ് ഈ വെർമിസെല്ലി പായസം ഇഷ്ടം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും മധുരം ഞാൻ ഉദ്ദേശിച്ച ഒരു മധുരം കിട്ടിയത് കൊണ്ടും വലിയ ആക്രാന്തത്തിൽ തന്നെ ഇന്ന് ഫുൾ ആക്രാന്തമാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കൊതി കാരണം ഒരു ബൗളിലൊക്കെ എടുത്ത് ടി വിയൊക്കെ കണ്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നു. ഫസ്റ്റ് സിപ്പ് വെച്ചത് മാത്രമേ അറിയുള്ളൂ. മറ്റേ പേളിമാണി പറയുന്ന പോലെ കടാഹം വരെ കത്തിപ്പോയി ഗൈസ്, അത്രയ്ക്കും ചൂടായിരുന്നു. ഇത് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു ചൂട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുന്ന് അറഞ്ചും പുറഞ്ഞിരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ബൈ.